ഹലോ, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് ഇൻ വിത്ത് മൈ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ്. ഇത് എൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ സത്യസായി ഡിസ്ട്രിക്റ്റിലെ ധർമ്മവാരം എന്ന സിറ്റിയിൽ നിന്നാണ്. ധർമ്മവാരം എന്ന സിറ്റിയിൽ നിന്ന് കോട്ടയത്തേക്കാണ് എൻ്റെ ഈ യാത്ര. നമുക്ക് യാത്ര ആരംഭിക്കാം. ഈ യാത്ര തുടങ്ങുന്നത് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഞങ്ങളൊരു ഓട്ടോയിലാണ് പോകുന്നത്. ഇതാണ് ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെയിൻ കവാടമാണിത്. കുറച്ച് നാൾ മുന്നേ വരെ പണി നടക്കുമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പോഴാണ് പണിയൊക്കെ കഴിഞ്ഞ് ആ വർക്കൊക്കെ കഴിഞ്ഞ് ഈ ഇടയ്ക്ക് അവരൊന്ന് റെനോവേറ്റ് ചെയ്തു. നല്ല ഭംഗിയായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ നമ്മൾ മുന്നേ കണ്ട ആ കവാടമൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു എൻട്രൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യുവാണ്. വളരെ സ്പേഷ്യസ് ആണ്. ധർമ്മവാരം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഔട്ട് സൈഡ് വളരെയധികം സ്പേഷ്യസ് തന്നെയാണ്. ഈ ഒരു അനൗൺസ്മെൻറ്റ് സൗണ്ട് കേട്ടില്ലേ, അത് നമുക്ക് ഇവിടെ വരെ കേൾക്കാം. അതായത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ നമുക്കത് കേൾക്കാൻ പറ്റും. ആ അനൗൺസ്മെൻറ്റ് അത്ര വലിയ അനൗൺസ്മെൻറ്റാണ്. അത് ആക്ച്വലി വളരെ നല്ലത് തന്നെയാണ്. ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണല്ലോ. ഇപ്പോൾ വണ്ടികളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാരുടെ ആയിക്കോട്ടെ, ആ സംസാരത്തിനിടയിൽ ചില പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്നാലൊന്നും നമുക്ക് അതായത് അവർ വിളിച്ച് പറയുന്ന ട്രെയിൻ വരുന്ന ആ അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. ഇത് വളരെ നന്നായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞൊരു പാത്വേയാണ്. സ്റ്റെപ്പിന് പകരം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. വീൽ ചെയർ ആക്സസിബിൾ ആണ്. ഇതാണ് സ്റ്റെപ്സ്. ഇത് ഓട്ടോ സ്റ്റാൻഡ്. പിന്നെ ഇതാണ് മെയിൻ കൗണ്ടേഴ്സ്. നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാനുള്ള കൗണ്ടറാണിത്. അതേപോലെ നല്ല ഘടാഘടിയൻ പട്ടികളും അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഓരോ പെയിൻറ്റിങ് വർക്കാണ്. ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് ധർമ്മവാരം സിൽക്ക് സിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ. അവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. തൊട്ട് മുന്നിലും കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ എന്താണ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ആണിത്. ഇത് പുതിയതായിട്ട് പണിതാണ്. നല്ല തെന്നുന്ന ഒരു പ്രതലമാണ്. അതിന് കുറച്ചേ ഉള്ളൂ അത്. പിന്നെ നമുക്ക് ഇതുപോലെ ഈ സിമെൻറ്റ് പ്രതലം കാണാൻ പറ്റും. ആ കിടക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് പ്രശാന്തി എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ട ട്രെയിനാണ്. ധർമ്മവാരത്ത് കറക്റ്റ് 5:35 ആയപ്പോൾ തന്നെ അതെത്തി. ധർമ്മവാരത്ത് അത് കുറച്ച് നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 5:35. ആക്ച്വലി അതിൻ്റെ ടൈം 5:35. ഇത് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട പ്രശാന്തി എക്സ്പ്രസ് ആണ്. ഭുവനേശ്വർ വരെയുള്ള പ്രശാന്തി എക്സ്പ്രസ് ആണ്. അത് ധർമ്മവാരത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ആ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ധർമ്മവാരം അറിയപ്പെടുന്നത് സിൽക്ക് സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്നാണ്. എങ്ങനെ ധർമ്മവാരത്തിന് സിൽക്ക് സിറ്റി എന്ന പേര് വന്നതെന്ന് വെച്ചാൽ, ഈ സ്ഥലം സിൽക്ക് സാരികൾക്ക് വളരെ ഫേമസ് ആണ്. ട്രഡീഷണൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയാണ് ഇവിടെ ഉള്ളത്. പല ജനറേഷൻസ് ആയിട്ട് ഇവരിവിടെ സിൽക്ക് പ്രൊഡക്ഷനുണ്ട്. ധർമ്മവാരം എന്ന ഈ സ്ഥലത്തെ ലോക്കൽ എക്കോണമിയുടെ ഒരു മേജർ പാർട്ടാണ് ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ഇവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി റോ സിൽക്ക് ലഭിക്കും. ഈ സ്റ്റെപ്പിൽ കൂടെ വേണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 തൊട്ട് 5 വരെയുള്ള പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് ഈ സ്റ്റെപ്പ് വഴിയാണ്. ഇവിടെ വേറെ എസ്കലേറ്റർ ഇല്ല, ലിഫ്റ്റ് ഇല്ല. നമ്മൾ ആദ്യം എൻട്രൻസിൽ നമ്മൾ കണ്ടു, ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പാത്ത് വേ കണ്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ടില്ല. നമ്മൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ട് സ്റ്റെപ്സൊക്കെ കയറേണ്ടി വരും. വയ്യാത്തവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. വൈകുന്നേര സമയമായതുകൊണ്ട് അത്യാവശ്യം ശാന്തമാണ്, നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന ട്രെയിന് കൊങ്കു എക്സ്പ്രസ് ആണ്. അത് വീക്ക്ലി ട്രെയിനാണ്. എല്ലാ വ്യാഴാഴ്ചയാണ് ആ ട്രെയിനുള്ളത്. കോയമ്പത്തൂർ വരെയാണുള്ളത്. നമുക്ക് ധർമ്മവാരത്തു നിന്ന് കോട്ടയത്തേക്ക് ഡയറക്റ്റ് ട്രെയിനില്ല. അതുകൊണ്ട് ധർമ്മവാരത്തു നിന്ന് കോയമ്പത്തൂർ വരെ പോയിട്ട് പിന്നെ കോയമ്പത്തൂരിൽ നിന്നാണ് അടുത്ത ട്രെയിൻ. ബാംഗ്ലൂർ വഴിയും പോകാം. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് കോയമ്പത്തൂർ എത്തിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് അടുത്ത ട്രിപ്പ്. അതേപോലെ ധർമ്മവാരത്തു നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് ഒരു ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതും വീക്ക്ലി ട്രെയിനാണ്. എല്ലാ മൺഡേ ആണ് ആ ട്രെയിൻ ഉള്ളത്. ധർമ്മവാരത്തു നിന്ന് ഉച്ചയ്ക്ക് 12:40 സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ദിവസം വെളുപ്പിനെ 2:30 എറണാകുളം ജംഗ്ഷനിൽ എത്തുന്നത്. അതേ ട്രെയിൻ തന്നെ സാറ്റർഡേ തിരിച്ച് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ധർമ്മവാരത്തോട്ടും ഉണ്ട്. ട്രിവാൻഡ്രം എക്സ്പ്രസ് ആണ്. ട്രിവാൻഡ്രം സെൻട്രൽ വരെയുള്ള ട്രെയിനാണത്. ഇവിടെ ലിഫ്റ്റ് ഇല്ല, എസ്കലേറ്ററും ഇല്ല. അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. ആദ്യം ആ എൻട്രൻസിൽ കണ്ട ആ ഒരു ചെറിയ പാത്വേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കാലിന് വേദനയുള്ളവർക്കോ അല്ലെങ്കിൽ വീൽ ചെയറിൽ വരുന്നവർക്കോ ഒക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും.
ചില സമയത്ത് ഈ എസ്കലേറ്ററും ലിഫ്റ്റും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡ് വരെ ഈ വീൽ ചെയറൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ഒരു കട്ടിംഗ് ഉണ്ടല്ലോ, അത് എനിക്ക് കാണിക്കാൻ പറ്റിയാൽ ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു കട്ടിങ്ങിൽ കൂടെ കൊണ്ടുപോയിട്ടാണ് നെക്സ്റ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ തേർഡ് പ്ലാറ്റ്ഫോമിലോട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ കൗണ്ടറിൽ ചോദിച്ചപ്പോഴും അറിഞ്ഞത് ലിഫ്റ്റും എസ്കലേറ്ററും ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. കുറച്ചുകൂടി റെനോവേറ്റ് ഒക്കെ ചെയ്ത സമയത്ത് സംതിങ് അറ്റ്ലീസ്റ്റ് ഈ സ്റ്റെപ്പിന് പകരം അങ്ങനെ ഒരു പാത്ത് വേ ആണെങ്കിലും മതിയായിരുന്നു. കാരണം യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റെപ്സ് ഉണ്ട്, അതുപോലെ ഇതേപോലത്തെ ഒരു സ്ലോപ്പായിട്ടാണ് ഗ്രിപ്പുള്ള ഏരിയ തന്നെയാണ്, അങ്ങനത്തെ ഒരു ഏരിയയുണ്ട്. സ്റ്റെപ്പിന് പകരം അങ്ങനെയെങ്കിലും ഒന്ന് പണിതിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ട്രെയിൻ മാർഗം വഴി യാത്ര ചെയ്യുന്ന ഒത്തിരി സാധാരണക്കാരുണ്ട്. അതിൽ വയസ്സായവരും വയ്യാത്തവരും ഒക്കെയുണ്ട്. അങ്ങനെയുള്ളവരെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് അവർക്കും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെത്തി. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കുള്ള വ്യൂ ആണിത്. ഇതിൽ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഷെയ്ഡുണ്ട്, അതായത് യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാനുള്ള ഷെയ്ഡുണ്ട്. പക്ഷേ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അധികം അങ്ങനെയില്ല, ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മഴയോ നല്ല മഴ അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ വന്നാൽ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, വലിയ മഴയോ വെയിലോ വന്നാൽ ആ കാണുന്ന ഷെയ്ഡിൽ പോയി എല്ലാവർക്കും നിൽക്കാം. പക്ഷേ ട്രെയിൻ വരുന്ന സമയം ആകുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും കോച്ച് പൊസിഷൻ ഓരോരോ സ്ഥലത്തായിരിക്കും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഷെയ്ഡിന് വേണ്ടി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത് അധികം യൂസ്ഫുൾ ആകാൻ സാധ്യതയില്ല, കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ കാഠിന്യം കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ പൊതുവേ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കൊരു കോച്ച് പൊസിഷൻ എഴുതി വെച്ചിട്ടില്ല. ഇത് ആക്ച്വലി ഒരു 4ാമത്തെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വേറൊരു ടൈമിൽ ജനുവരി ടൈമിൽ പോയപ്പം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, റൗണ്ട് ചെയ്ത്. പക്ഷേ ഇവിടെ ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കോച്ച് പൊസിഷൻ മാർക്ക് ചെയ്ത അടയാളങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് കോച്ച് പൊസിഷനൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് പല ആപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ വേർ ഇസ് മൈ ട്രെയിൻ അല്ലെങ്കിൽ NTES അങ്ങനെയുള്ള ആപ്പുകളിൽ ട്രെയിനിൻ്റെ എഞ്ചിനോട് ചേർന്ന് എങ്ങനെയാണ് നമ്മുടെ കോച്ച് പൊസിഷൻ വരുന്നതെന്ന് കാണിക്കും, എഞ്ചിൻ കഴിഞ്ഞ് എത്രാമത്തെ ആണെന്നുള്ളത്. നമുക്ക് ദിശ അറിയാമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ധർമ്മവാരത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം ഇവിടുന്ന് ടുവേർഡ്സ് കോയമ്പത്തൂർ ഏത് ദിശയിലാണ് ട്രെയിനിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ വരുന്നതെന്ന് മനസ്സിലാക്കി കൗണ്ട് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ആ ഒരു കോച്ച് പൊസിഷനിൽ ഏകദേശം പോയി നിൽക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇതുവരെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രെയിൻ 2-2.5 മണിക്കൂർ ലേറ്റാണ്. വൈകുന്നേരം 5:15 ധർമ്മവാരത്തുനിന്ന് പുറപ്പെട്ട് 6:30 കോയമ്പത്തൂർ എത്തേണ്ട ട്രെയിനാണ്. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ട്രെയിനിൽ കയറിയ സമയം ഏകദേശം 7:30-8 ആയപ്പോഴാണ് അത് ധർമ്മവാരത്ത് വന്നത്. ഇനി കോയമ്പത്തൂരിൽ നിന്നുള്ള ട്രെയിൻ, കാരണം ഞങ്ങൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് വേണം അടുത്ത ട്രെയിൻ കോട്ടയത്തേക്കുള്ളത് ക്യാച്ച് ചെയ്യാൻ. അത് സാധിക്കുമോ ഇല്ലയോ എന്ന് വീഡിയോ കാണുമ്പം മനസ്സിലാകും. പിന്നെ സെക്കൻഡ് AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. തത്കാൽ വഴിയാണ് ബുക്ക് ചെയ്തത്. ഒരു സേഫ്റ്റിയും ഒരു കംഫർട്ടും കൺവീനിയൻസിനും ഒക്കെ വേണ്ടിയാണ് സെക്കൻഡ് AC ബുക്ക് ചെയ്തത്. ഇതിന് മുന്നേ ഉള്ള വീക്കിൽ എല്ലാ തേഴ്സ്ഡേയും ഓൺ ടൈം തന്നെയായിരുന്നു. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെന്താണെന്ന് അറിയത്തില്ല. TTയോട് ചോദിച്ചായിരുന്നു. TTക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ല. TTയോട് ഞങ്ങൾ ചോദിച്ചു, ഈ ട്രെയിൻ ടൈമിന് കോയമ്പത്തൂർ എത്തുമോ, കാരണം ഞങ്ങൾക്ക് വേറൊരു കണക്റ്റിംഗ് ട്രെയിൻ ക്യാച്ച് ചെയ്യാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈറോഡ് സേലം ആ റൂട്ടിലെത്തുമ്പം ട്രെയിൻ ഫാസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 6-6:45 ആയപ്പം കോയമ്പത്തൂർ എത്തി. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. രാവിലെയൊക്കെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. വളരെ നീറ്റാണ്, ക്ലീനാണ്. നമ്മൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. എസ്കലേറ്ററും ലിഫ്റ്റും എല്ലാം ഉണ്ട്. പിന്നെ ഫുഡ് അവൈലബിൾ ആയിരുന്നു, ഫുഡ് കഴിച്ചു. ഹോട്ടലും ഉണ്ട്, അല്ലാതെ തന്നെ പ്ലാറ്റ്ഫോമിൽ വെച്ച് സെല് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, ഷെയ്ഡഡ് ഏരിയ, കവേർഡ് ഏരിയ എല്ലാം ഉണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ച്. ശബരി ട്രെയിൻ ഇപ്പോൾ ശബരിയുടെ ടൈം മാറിയിട്ടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത്, അതായത് 2 ആഴ്ച മുന്നേ 17230 എന്ന് പറഞ്ഞ ശബരി എക്സ്പ്രസ്, ആ നമ്പറാണ് നമ്മൾ പോയത്. അത് 8 മണിക്കായിരുന്നു. ഇപ്പോൾ അത് 9-9:15 ആയെന്ന് തോന്നുന്നു അതിൻ്റെ ടൈം കോയമ്പത്തൂരിൽ നിന്ന്. നമ്മുടെ ട്രെയിൻ 7:45 ആയപ്പോൾ തന്നെ വന്നു. പക്ഷേ എന്നാലും നമ്മൾക്കൊരു വെപ്രാളവും പിടപ്പുമാണല്ലോ. 8 മണിയെന്ന് പറഞ്ഞാൽ 8 മണിക്കേ പോകത്തുള്ളൂ. ട്രെയിൻ എത്ര നേരത്തെ വന്നാലും പറഞ്ഞിരിക്കുന്ന ടൈമിനെ അത് പോകത്തുള്ളൂ. പക്ഷേ നേരത്തെ വന്നാലും നമ്മുടെ പിടപ്പും വെപ്രാളവും കാരണം ഞങ്ങൾ ഓടി ട്രെയിനിൽ കയറി. ഇതിലും സെക്കൻഡ് AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏതായാലും ഭാഗ്യത്തിന് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടെ കണക്റ്റിംഗ് ട്രെയിനായ ശബരി കയറി കോട്ടയത്തേക്കുള്ള യാത്ര ഞാൻ തുടരുകയാണ്. ഇത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ ആണ്. നല്ല മനോഹരമായ ഒരു വ്യൂ, ഫ്ലൈറ്റ്സ് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പച്ചപ്പെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടുകാരി വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, ആർ യു ലിവിങ് ഇൻസൈഡ് ജംഗിൾ എന്ന്.
അത് എൻ്റെ വീടിന് ചുറ്റും കുറച്ച് പച്ചപ്പ് കൂടുതലാണ്. പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രീനറി എന്ന് പറയുമ്പം പല ചെടികളടങ്ങിയത് ഔഷധ ഗുണമുള്ളതും, ഇപ്പോൾ ഔഷധ ഗുണമുള്ള ചെടികൾ വാഴ, അല്ലെ തെങ്ങ്, പ്ലാവ്, മാവ്, അതിൻ്റെ കൂടെ തന്നെ തൊട്ടാൽ വാടുന്ന തൊട്ടാവാടിയും തൊട്ടാൽ ചൊറിയണോ എല്ലാം ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ളതാണ് പ്രകൃതി. അതാണ് പ്രകൃതിയുടെ ഭംഗിയും. അപ്പോൾ അങ്ങനെ ഈ പച്ചപ്പിൽ കൂടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. സാന്റാമോണിക്ക എത്തി. ഇപ്പോൾ പുതിയ അടയാളമാണ്, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്താറായതിനുള്ള ഒരു അടയാളമാണ്. നമ്മൾ പാലക്കാട് എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനെത്തി. ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. ലിഫ്റ്റിനാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്നു. ലിഫ്റ്റിന് വന്നാലും ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ ലിഫ്റ്റിന് ഇറങ്ങിയാലും കുറച്ചേറെ നടക്കണം നമ്മുടെ എക്സിറ്റ് പോയിൻ്റ് വരെ. ഞാൻ ഈ നടക്കുന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് നടക്കുന്നതിന്. അതേപോലെ പ്രയാസമുള്ള കുറച്ച് പേരുണ്ടാകുമല്ലോ. നമ്മൾ ഈ ലിഫ്റ്റും ഇങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പം ജനങ്ങൾക്കത് ഏറ്റവും 100% ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റെപ്പ് കയറാതെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റി. അതൊരു വളരെ വലിയ അനുഗ്രഹം. അതേപോലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലുള്ള എസ്കലേറ്റർ ഒരു തവണ പോലും വർക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഓർത്താണ് വന്നത്. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യം അത് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. സോ അതിന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലുള്ളവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ. ഇതാണ്. പിന്നെ നമ്മുടെ യാത്ര തുടങ്ങിയത് ധർമ്മവരത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഓട്ടോയിലാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഈ യാത്ര ഇപ്പം എൻഡ് ചെയ്യാൻ പോകുന്നതും ഒരു ഓട്ടോയിലാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കോട്ടയത്തുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വ്ലോഗിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക് യു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until next time, it's me, Stepping Stone, stepping out. Goodbye.